ബാംഗ്ലൂരിൽ നിന്ന് പൊങ്ങിയ സലാമേർ ആകാശത്തിലൂടെ അറബിക്കടലും കടന്ന് ഒമാനിന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങിയ ഫ്ലൈറ്റിലുള്ള എയർ ഹോസ്റ്റസിന്റെ അറബി പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ മസ്കറ്റ് എയർപോർട്ടിലെ ഇമിഗ്രേഷനിലേക്ക് നടന്നു നീങ്ങി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞൊണ്ടി ഞാൻ അങ്ങനെ ഒമാനിന്റെ മണ്ണിലേക്ക് കാലുകുത്തി. ഓഫീസിൽ ലോഗിൻ ചെയ്യാനുള്ള സമയമായതുകൊണ്ട് ഞാൻ എയർപോർട്ടിലുള്ള ഒരു കോഫി ഷോപ്പിലിരുന്ന് മടിവാളയിൽ ബസ് ഇറങ്ങിയാൽ ഓട്ടോക്കാർ കസ്റ്റമറെ പിടിക്കാൻ നിൽക്കുന്നത് പോലെ എന്നെ പിടിക്കാൻ എവിടെയും ടാക്സി ഡ്രൈവർ നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായി മുബാറക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും മുബാറക്കും മീറ്റ് ചെയ്യുന്നത്. പക്ഷെ വാട്സപ്പിലൂടെ നമ്മൾ നിരന്തരം മെസ്സേജ് അയക്കുന്നതുകൊണ്ടും സ്റ്റാറ്റസുകൾ കാണുന്നതുകൊണ്ടും അങ്ങനെ ഒരു വിടവ് നമുക്ക് രണ്ടുപേർക്കും തോന്നിയില്ല. മുബാറക്ക് ഇവിടെ ആഡ്വൈസ് മീഡിയ എന്നൊരു പേരിൽ ഇവന്റ്സ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി നടത്തി വരികയാണ്. ബാംഗ്ലൂരിലെ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒമാനിലെ കാഴ്ചകളിലേക്ക് മുഴുകി. ചായ കുടിക്കാൻ ടീ ടൈമിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ലാപ്ടോപ്പ് തുറക്കുന്ന വീഡിയോ എടുക്കാനേ വെച്ച് എൻ്റെ വാട്ടർ ബോട്ടിൽ എയർപോർട്ടിൽ വെച്ച് മറന്നുപോയി. എയർപോർട്ടിൽ പോയി ഒന്ന് എടുത്താലോ എന്ന് ഞാൻ മുബാറക്കിനോട് പറഞ്ഞു. അത് കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് മുബാറക്ക്. എന്നാലും ഒന്ന് പോയി നോക്കിക്കൂടെ എന്നും പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് വീണ്ടും പോയി. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. കുപ്പി എവിടെയും പോയില്ല. എന്നെ തനിച്ചാക്കി നീ പോയില്ല എന്ന ഭാവത്തിൽ ഒറ്റ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആ ബോട്ടിലും എടുത്ത് ഞാൻ ഒരു തുരങ്കത്തിലൂടെ എന്ന പോലെ ഒമാനിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു.